നേതാക്കളെല്ലാം നിലവിളക്ക് കൊളുത്തുന്നതിന് അരികിലെത്തിയെങ്കിലും പ്രവർത്തകരോടെന്തോ സംസാരിച്ചുകൊണ്ട് CK പത്മനാഭൻ അവിടെ തന്നെ ഇരുന്നു. അതൃപ്തി വ്യക്തമാക്കുന്ന പെരുമാറ്റമായിരുന്നു മുതിർന്ന BJP നേതാവിന്റേത്. ഈ ചടങ്ങിന്റെ ഉദ്ഘാടകനായി CK പത്മനാഭനെയാണ് ക്ഷണിച്ചിരുന്നത്. എന്നാൽ പത്മജ വേണുഗോപാൽ എത്തിയപ്പോൾ ഉദ്ഘാടകനെ മാറ്റുകയായിരുന്നു. ഇതാണ് CK പത്മനാഭന്റെ അതൃപ്തിക്ക് കാരണമെന്ന് വ്യക്തം. പിന്നാലെ CKP തന്റെ അതൃപ്തി പരസ്യമായി മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു. മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്കിനെ അതിരൂക്ഷമായാണ് CKP വിമർശിച്ചത്. മറ്റു പാർട്ടികളിൽ നിന്ന് ഒരു നേതാവ് BJPയിലേക്ക് വന്നാൽ വീട്ടുകാർ പോലും വരില്ല, എന്തിന് ആ നേതാവിന്റെ നിഴൽ പോലും കൂടെയുണ്ടാവില്ല എന്നാണ് മുതിർന്ന BJP നേതാവ് തുറന്നടിച്ചത്. ചിലർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ അസാധ്യ കഴിവുണ്ട്. മറ്റു പാർട്ടികളിലിരുന്ന് എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ചവരാണിവർ. അവിടെ നിന്ന് ഇനി ഒന്നും ലഭിക്കാനില്ലെന്ന് തിരിച്ചറിഞ്ഞവരാണിവർ. ജനസംഘത്തിന്റെ കാലം മുതൽ ഈ ആശയത്തിനു വേണ്ടി പ്രവർത്തിച്ചവരുടെ തലയ്ക്ക് മുകളിലൂടെ ഇത്തരക്കാരെ പ്രതിഷ്ഠിക്കുന്നത് ഗുണകരമല്ലെന്നും പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ CK പത്മനാഭൻ തുറന്നടിച്ചു. മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിൽ ചേക്കേറിയവർക്ക് അധിക പരിഗണന ലഭിക്കുന്നതിൽ BJPയിലെ പഴയ ആളുകൾക്ക് അതൃപ്തിയുണ്ടെന്നും CK പത്മനാഭൻ തുറന്നു പറയുന്നു. BJPയുടെ ആശയത്തിന് എതിരെ നിന്നവരാണിവർ. ഇപ്പോൾ ഇവർ BJPയിലേക്ക് വരുന്നത് അധികാരമുള്ളതുകൊണ്ട് മാത്രമാണെന്ന് അണികൾക്ക് ബോധ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടല്ല കേരളത്തിലെ പലരും BJPയിലേക്ക് വരുന്നത്. പല വഴിക്ക് കേന്ദ്രത്തിൽ പോയി പാർട്ടിയിലെത്തുന്നവരാണ്. ഉത്തരേന്ത്യയിലെ വിജയ മാതൃക ഇവിടെ നടപ്പാക്കുമെന്ന് കരുതിയാണ് ദേശീയ നേതൃത്വം ഇവരെ സ്വീകരിക്കുന്നതെന്നും CK പത്മനാഭൻ പറയുന്നു. ഇത്തരം നേതാക്കൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് BJPയിലേക്ക് എത്തുന്നത്. സമീപകാലത്ത് BJPയിലെത്തിയ നേതാക്കളിൽ PC ജോർജ് ഒഴികെ മറ്റാരും BJPക്ക് ഒരു മെച്ചവും ഉണ്ടാക്കില്ലെന്നാണ് വിലയിരുത്തൽ. മുൻ അനുഭവങ്ങളും അതാണ് തെളിയിക്കുന്നത്. പത്മിനി തോമസും തമ്പാനൂർ സതീഷുമൊക്കെ BJPയിൽ ഒരു മാറ്റവും കൊണ്ടുവരില്ല. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K കരുണാകരന്റെ മകളെന്ന ഇമേജിനെ BJPക്ക് ഉപയോഗിക്കാമെന്നല്ലാതെ കോൺഗ്രസിൽ പോലും പത്മജ വേണുഗോപാൽ നിർണായക സ്വാധീന ശക്തിയുള്ള നേതാവല്ല. അനിൽ ആന്റണിയുടെ കാര്യവും അതുതന്നെ. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് പകരം PC ജോർജിനെ നിർത്താമായിരുന്നു എന്നാണ് പൊതുവികാരം. PCയുടെ മേഖലയിലെ സ്വാധീനവും പൊതുവായ ഇമേജുമെല്ലാം വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തുമായിരുന്നു എന്നാണ് വിലയിരുത്തൽ. അതുപോലെ കോട്ടയം സീറ്റ് BJP നൽകിയിരിക്കുന്നത് NDA സഖ്യകക്ഷിയായ BDJസിനാണ്. തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇവിടെ സ്ഥാനാർത്ഥി. തുഷാറിന് പകരം PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആയിരുന്നു സ്ഥാനാർത്ഥിയായതെങ്കിൽ കോട്ടയം മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ NDAക്ക് സാധിക്കുമായിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. പാർട്ടിയിൽ ചേക്കേറുന്നവർക്ക് കൂടുതൽ പരിഗണന ലഭിക്കുമ്പോൾ വർഷങ്ങളായി BJPയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ അവഗണിക്കുന്നു എന്ന പരാതിയാണ് പൊതുവെയുള്ളത്. ഇത് തിരിച്ചടിയായിരിക്കുമെന്നാണ് പൊതു വിലയിരുത്തൽ. CK പത്മനാഭന്റെ തുറന്നു പറച്ചിൽ BJPയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പൊതുവികാരമായി കാണണം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഉത്തരേന്ത്യൻ സാഹചര്യത്തിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്. ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും പിടിച്ചു നിൽക്കാനാകില്ല. BJPയുടെ സ്റ്റാർ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ BJP പ്രവർത്തകർക്ക് പോലും അതൃപ്തിയുണ്ടെന്നാണ് സൂചന. പത്മജയെ BJPയിൽ എത്തിക്കുന്നതിൽ സുരേഷ് ഗോപിയുടെ പങ്കും വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന സ്വഭാവവുമൊക്കെയാണ് അതൃപ്തിക്ക് കാരണം. രാഷ്ട്രീയക്കാരന് പക്വത നേടിയെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചതും തുടർന്നുള്ള വിവാദങ്ങളുമെല്ലാം ഒഴിവാക്കാമായിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ BJPക്കുള്ളിൽ തന്നെയുള്ള അതൃപ്തി മറനീക്കി പുറത്തുവരികയാണ്. അത് പരിഹരിക്കാൻ ദേശീയ നേതൃത്വത്തിന്റെ തന്നെ ഇടപെടലുണ്ടാകുമെന്നതും ഉറപ്പാണ്.